എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ഉന്നക്കായ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് നമ്മൾ റംസാൻ സമയത്തൊക്കെ തയ്യാറാക്കുന്ന ഒരു സ്നാക്കാണ്. വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉന്നക്കായ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം വേണം എടുക്കാൻ. കാരണം നമ്മളിത് പുഴുങ്ങിയതിന് ശേഷം ഇത് ഉടച്ച് കുഴച്ചെടുക്കണം. അപ്പം ഒത്തിരി പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം വേണം എടുക്കാൻ. ഇനി ഇത് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാ നേന്ത്രപ്പഴം ഇതുപോലെ മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാൻ. ഇപ്പോൾ നമ്മൾ നേന്ത്രപ്പഴമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം 10 മിനിറ്റ് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. അപ്പം തൊലി കളഞ്ഞതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് രണ്ടായിട്ട് മുറിക്കുക. മുറിച്ചതിന് ശേഷം അതിൻ്റെ നടുവിലിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ കറുത്ത അരി നമുക്ക് എടുത്ത് മാറ്റണം. അപ്പം ഇങ്ങനെ എടുത്ത് മാറ്റുന്നത് നമ്മൾ കുഴച്ചെടുക്കുമ്പം ഇതിൻ്റെ അരി ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അരി കറുത്ത് മാവിൻ്റെ അകത്തിൽ നിറയെ കാണും. അപ്പോൾ അത് കാണാൻ അത്ര ഭംഗി കാണത്തില്ല. അതുകൊണ്ടാണ് എടുത്ത് കളയുന്നത്. എല്ലാത്തിൻ്റെയും ഇതുപോലെ അരി എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നേന്ത്രപ്പഴം നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പൊട്ടറ്റോ സ്മാഷർ ഉപയോഗിച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. അപ്പം പൊട്ടറ്റോ സ്മാഷർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ എളുപ്പം തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പൊട്ടറ്റോ സ്മാഷർ ഇല്ലാത്തവർ കൈവച്ച് തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഉടച്ചെടുത്തതിന് ശേഷം ഇത് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തില്ലെങ്കിൽ നമുക്കിങ്ങനെ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം കുറച്ച് പഴുത്ത നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്, കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം മാത്രം വെച്ച് ചെയ്തെടുക്കുമ്പോഴായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇപ്പം ഉന്നക്കായ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഉണക്ക മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇഷ്ടാനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കിയിട്ട് നന്നായിട്ട് മുന്തിരിങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ആയി ഒന്ന് വീർത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ തിരുമിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നെയ്ക്കകത്തിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഒത്തിരി അങ്ങ് തേങ്ങ ഡ്രൈ ആയി പോരുത്. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ മധുരം ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ നേന്ത്രപ്പഴത്തിന് നല്ല മധുരം കാണും. അപ്പോൾ ഒത്തിരി അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം തേങ്ങ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോരുത്. പെട്ടെന്ന് തന്നെ പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സാക്കി ഒന്ന് എളുപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ മാവിൽ നിന്ന് കുറച്ചെടുത്ത് കൈവച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിന് ശേഷം കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുമ്പോൾ ഒത്തിരി അങ്ങ് തിക്കുമായിപ്പോരുത്, തിന്നുമായിപ്പോരുത്, ഒരു മീഡിയം തിക്കായിട്ട് പരത്തുക. അതിൻ്റെ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഫില്ലിങ് 1 ടേബിൾ സ്പൂൺ നടുവിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് വെക്കുമ്പം കൈവച്ച് തന്നെ നടുക്കൊന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ വെളിയിലോട്ടൊന്നും പോകാതെ നടുക്ക് തന്നെ ഫില്ലിങ് വെച്ചതിന് ശേഷം സൈഡെല്ലാം ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് വെളിയിലോട്ട് ഫില്ലിങ് ഒന്നും പോകാതെ സൈഡെല്ലാം നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ആ ഒട്ടിച്ച ഭാഗം തന്നെ നമ്മൾ കൈവച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അപ്പം നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ മാവൊക്കെ കുറച്ച് പൊങ്ങിയൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ പൊങ്ങി നിൽക്കുവാണെങ്കിൽ കൈവച്ച് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പം പൊങ്ങി നിൽക്കുന്ന മാവൊക്കെ നേരെയായിട്ട് നല്ല ഷേപ്പായിട്ട് കിട്ടും.
അപ്പോൾ നമ്മൾ സാധാരണ ഉന്നയ്ക്ക ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്താലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിങ് വെക്കുമ്പം ഒത്തിരി വെളിയിലാകാതെ വേണം ഫില്ലിങ് വെക്കാൻ, അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതെല്ലാം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫില്ലിങ് വെക്കുമ്പോൾ നന്നായിട്ട് നടുവിലേക്ക് സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ക്ലോസ് ചെയ്ത് എടുക്കാൻ. ഇപ്പോൾ ഉന്നയ്ക്കയെല്ലാം നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ ചൂടാക്കി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉന്നയ്ക്ക ഓരോന്നാക്കി ഇട്ട് കൊടുക്കാം. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്താണ്. ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ടൊരു ബ്രൗൺ കളറാവും. അപ്പോൾ ഞാനിവിടെ ഒത്തിരി അങ്ങ് ബ്രൗൺ കളറാക്കുന്നില്ല. അപ്പോൾ ഇതുപോലൊരു കളറാവുന്നതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ഉന്നയ്ക്കയും നമുക്കിതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നയ്ക്ക റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണീസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.